ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി ഓഫ് ലൈഫ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മെറൈൻ വേൾഡിലോട്ടാണ്. നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് ബീച്ചിനടുത്ത് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമാണ്. ഇവിടെ ഏകദേശം 259ഓളം ഇനം മീനുകൾ 15,000 കണക്കിന് എണ്ണത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഔട്ടർ ഏരിയ തന്നെ ഇവർ കടലിൻ്റെ അടിത്തട്ടിലുള്ള വ്യൂ ഒക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്, ഒരു കാർ അക്വേറിയം. ഇതേപോലെ ഇവിടുത്തെ ഓരോ അക്വേറിയംസും പല പല തീമിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ കാണുന്നത് ഒരു ഹിസ്റ്ററിക്കൽ തീമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്വേറിയമാണ്. ഇവിടുത്തെ ഓരോ അക്വേറിയത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അരോണ, റോയൽ നൈഫ് ഫിഷ് ഇതിനെയൊക്കെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. അവിടെയാണ് ഈ അരാപ്പയ്മ ഉള്ളത്. ഇതിന് ശേഷമുള്ള ഏരിയയാണ് നമുക്ക് ഫിഷ് തെറാപ്പി അല്ലെങ്കിൽ ഫിഷ് സ്പാ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇവിടെ ഏകദേശം 50 പേർക്കൊക്കെ ഒരു സമയം ഇരുന്ന് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് വെരിക്കോസ് വെയിനൊക്കെയുള്ള ആൾക്കാർ ഇത് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഇവിടെ കാണുന്ന പോലെ ഇതിന് ചുറ്റും കുറേ അക്വേറിയംസ് ഉണ്ട്. ഇവിടെ നമുക്ക് പാരറ്റ് ഫിഷ്, ഏഞ്ചൽ ഫിഷ് ഇതിനെയൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് കൂടുതലായും ഫിഷിന് ഫുഡ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കോഴിക്കാർപ്പ്, ഗ്രാസ് കാർപ്പ് ഈ ഇനം മീനുകളൊക്കെയാണ് കാണാൻ പറ്റുക. ഇത് കഴിഞ്ഞ് ഒരു കുഞ്ഞു പാസേജിൽ കൂടെ പോയാൽ വേറെ ഒരു സെറ്റ് ഓഫ് അക്വേറിയംസ് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ക്ലൗൺ ഫിഷ്, സീ ആനിമൺ, ബാംബൂ ഷാർക്ക്, കടൽ ചേന അതൊക്കെ വരുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത റെയിൻ ഫോറസ്റ്റിലോട്ടാണ്. ഈ റെയിൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴിയിൽ 2 ആമകളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റെയിൻ ഫോറസ്റ്റിലൊരു കുഞ്ഞു പോണ്ടുണ്ട്. ഈ ഒരു പോണ്ടിലായിട്ടാണ് നമുക്ക് അരാപ്പയ്മയും നട്ടറും ഒക്കെ ഉള്ളത്. പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാൽ നമുക്ക് വീണ്ടും ഒരു സെറ്റ് ഓഫ് അക്വേറിയംസ് തന്നെ കാണാൻ പറ്റുക. അവിടെയാണ് ഈല്, ഫൈറ്റർ ഫിഷ്, പേർപ്പിൾ വിഡോ, സ്റ്റാർ ഫിഷൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞു വാട്ടർഫോളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് റെഡ് തിലാപ്പിയെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആനിമൽസിൻ്റെ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ അക്വേറിയംസ് കാണാൻ പറ്റും. ഇത് കൂടാണ്ട് ഇവിടെ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത് ഇതേപോലത്തെ സിലിണ്ട്രിക്കൽ അക്വേറിയംസ് ആണ്. ലോബ്സ്റ്റർ, ലൈൻ ഫിഷ്, വെനമസ് ആയിട്ടുള്ള സ്റ്റോൺ ഫിഷ്, ബോഡി പാർട്സ് മുറിഞ്ഞു പോയാൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്സലോട്ടൽ ഇതിനൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. പിന്നെ വരുന്നത് ഈ ഒരു ഫ്രോഗിൻ്റെ തീമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്വേറിയമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള തെരണ്ടി. ഇനി വരുന്നത് നമ്മൾ നേരത്തെ കണ്ട റെയിൻ ഫോറസ്റ്റിൻ്റെ ബോട്ടം പാർട്ടാണ് നമ്മൾ ഈ കാണുന്ന മീനുകൾ വരുന്നത്. ഇവിടെ നമുക്ക് അലിഗേറ്റർ, അരാപ്പയ്മ ഇതിനൊക്കെ തന്നെയാണ് കാണാൻ പറ്റുക. ഇനി അടുത്തതാണ് നമ്മുടെ ഈ പബ്ലിക് അക്വേറിയത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് പാർട്ട്, അണ്ടർ വാട്ടർ ഫിഷ് ടണൽ. ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കടലിൻ്റെ അടിത്തട്ടിൽ പോയ ഫീലായിരിക്കും. നമ്മുടെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയും ഒക്കെ മീനുകൾ ഇങ്ങനെ നീന്തി കളിക്കുന്നത് കാണാൻ പറ്റും. കൂടാതെ ഇവിടെ സ്കൂബ ഡൈവേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് ഇഷ്ടമാവും, പ്രത്യേകിച്ച് മീനുകൾ ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.